തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായ സംഭവത്തിൽ ഡോക്ടർ ഹാരിസ് ഹസനെ സംശയമുനയിൽ നിർത്തി പ്രിൻസിപ്പലും സൂപ്രണ്ടും. കാണാതായ ഉപകരണം ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തിയെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PK ജബ്ബാർ. അസ്വാഭാവികമായ രീതിയിൽ ഒരാൾ ഡോക്ടർ ഹാരിസിന്റെ മുറിയിലേക്ക് കയറുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചതായി സൂപ്രണ്ടും വ്യക്തമാക്കി. വകുപ്പുതല അന്വേഷണത്തിൽ ആശങ്ക അറിയിച്ച് KGM-CTA രംഗത്തെത്തി. ഡോക്ടർ ഹാരിസ് ഹസന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടിലായിരുന്നു ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ല എന്ന കണ്ടെത്തൽ. കഴിഞ്ഞ ബുധനാഴ്ച പ്രിൻസിപ്പൽ നടത്തിയ പരിശോധനയിൽ കാണാതായ മോസിലോസ്കോപ്പ് വകുപ്പ് മേധാവിയായ ഹാരിസ് ഹസന്റെ മുറിയിൽ നിന്ന് കണ്ടെത്തി. ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ മറ്റൊരു പെട്ടിയിൽ നിന്ന് മോസിലോസ്കോപ്പ് ഈ ഓഗസ്റ്റ് 2 വാങ്ങിയതായുള്ള ബില്ലും ലഭിച്ചു. ഇതിൽ സംശയമുണ്ടെന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വാദം. ഹാരിസിന്റെ മുറിയിൽ ഒരാൾ കയറുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചുവെന്നും മെഡിക്കൽ കോളേജ് അധികൃതർ ചൂണ്ടിക്കാട്ടി. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ റൂമിൽ കയറി ഒന്ന് നോക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് പ്രിൻസിപ്പളായ ഞാൻ അവിടെ പോയി അവിടെ ഒരു ഉപകരണം കാണുകയുണ്ടായി. ആ മിനിഞ്ഞാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട്, അതിൻ്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. 2 അവിടെ എഴുതി ബില്ലിൽ വന്നിട്ടുള്ളത്. CCTV നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി, ഒരു അടയാളമായി കാണുന്നു. അതേസമയം ഹാരിസ് ഹസനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള നീക്കമാണ് പിന്നിലെന്നാണ് ആക്ഷേപം. വാർത്താ സമ്മേളനത്തിൽ ഉടനീളം അത് പ്രകടമായിരുന്നു. മോസിലോസ്കോപ്പാണ് കണ്ടെത്തിയിട്ടുള്ളത്. മോസിലോസ്കോപ്പ്, അതെ, മോസിലോസ്കോപ്പ് അല്ല, ഇതാണ് ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കമ്മിറ്റി സെൻറ്റേഡ് അബൌട്ട് ദ ടിഷ്യൂ മാസ്. ഇത് കമ്മിറ്റി റിപ്പോർട്ടാണ്. ടിഷ്യൂ മാസ് ലെറ്റർ വിത്ത് മോസിലോസ്കോപ്പ് which was purchased utilizing Rs 12 lakhs from MP fund, which was allegedly missing from the department. HODS agreed it is partly missing, and however it is not a mission constantly used. പ്രിൻസിപ്പലിന്റെ വാക്കുകളിൽ വ്യക്തതയില്ലെന്നും വിശദ അന്വേഷണത്തിനായി ആരോഗ്യമന്ത്രിക്ക് കത്ത് നൽകുമെന്നും KGM-CTA അറിയിച്ചു. അതൊരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ് മൊത്തത്തിൽ. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഓരോ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് കാണുമ്പോൾ എല്ലാവർക്കും ന്യായമായും തോന്നുന്ന ഒരു സംശയമാണ്. അപ്പോൾ അതിന് ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഞങ്ങൾക്ക് ഡിസൈഡ് ചെയ്തേ പറ്റും. കാണാതായ ഉപകരണം തിരിച്ചെത്തിയതിലും CCTVയിലും കൃത്യമായ മറുപടി അധികൃതർക്കില്ല. വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ഇതിനുശേഷമാകും പോലീസിനെ സമീപിക്കുക. 24 തിരുവനന്തപുരം. ഡോക്ടർ ഹാരിസ് ഹസനെ സർക്കാർ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടക്കുന്നത്. ഡോക്ടർ ഹാരിസ് ഹസന്റെ ശരീരത്തിൽ ഒരു നുള്ള മണ്ണ് വീഴാൻ പ്രതിപക്ഷം സമ്മതിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. ആ ഡോക്ടറെ അപമാനിച്ച് ഇതാരും ഇനി വെളിപ്പെടുത്താതിരിക്കാൻ ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ്. അതിനെ ഞങ്ങൾ ചെറുത്ത് തോൽപ്പിക്കും. കഫീൽ ഖാനെ BJP സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ. എന്തായിരുന്നു ബഹളം കഫീൽ ഖാനെ വേട്ടയാടിയപ്പോൾ? അതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടുന്നത്, ഗൂഢാലോചന നടത്തി വേട്ടയാടുക.